ഇറാഖിലേക്ക് സൗദി അറേബ്യ അമേരിക്കൻ ആക്രമണം. ഇറാനെ പിന്തുണയ്ക്കുന്ന തീവ്രവാദികളെയാണ് ആക്രമിച്ചതെന്നാണ് സൗദി അറേബ്യ പറയുന്നത്. ആക്രമണത്തെ അപലപിച്ച് ഇറാഖിലെ പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സ് രംഗത്ത് വന്നിട്ടുണ്ട്. ദുബായിൽ നിന്ന് സുരേഷ് വെള്ളിമുറ്റം വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. സുരേഷ്, കഴിഞ്ഞ 30 ദിവസമായി സൗദിയിലെ എണ്ണ കേന്ദ്രങ്ങളിലും എണ്ണപ്പാടങ്ങളിലും ഒക്കെ ആക്രമണങ്ങൾ നടന്നിരുന്നു. അതിന്റെ തിരിച്ചടിയാണോ ഇത്? വലിയ ആക്രമണമാണ് ഇന്ന് രാവിലെ ഉണ്ടാകുന്നത്. പുലർച്ചയോട് കൂടിയിട്ട് ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള ആക്രമണമാണ് അമേരിക്ക സൗദി അറേബ്യ സഖ്യസേന ഇറാഖിലേക്ക് നടത്തിയത്. ഒരിക്കലും ഇറാഖ് ഭരണകൂടത്തെ ലക്ഷ്യമിട്ടുള്ള ഒരു ആക്രമണമായിരുന്നില്ല, മറിച്ച് ഇറാഖിൽ ഇറാനെ പിന്തുണയ്ക്കുന്ന സേനയുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു ഷാഡോ തീവ്രവാദ സംഘടനകളും മറ്റും ഉണ്ട്. പോപ്പുലർ മൊബിലൈസേഷൻ ഫ്രണ്ടിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സിനെ ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടത്തിയതെന്ന് സൗദി അറേബ്യ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ആക്രമണത്തിൽ 10 പേർ മരിച്ചതായിട്ടാണ് ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സിന്റെ കെട്ടിടങ്ങളൊക്കെ തകർത്തതായും സൗദി അറേബ്യൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, വലിയ ആക്രമണത്തിൽ വലിയ നാശനഷ്ടം ഉണ്ടായി എന്ന് പറയുമ്പോൾ തന്നെ ഇനി ഒരു തുടർന്നുള്ള ആക്രമണം ഉണ്ടാക്കില്ല എന്ന് കൂടി സൗദി അറേബ്യ ഉറപ്പ് നൽകുന്നുണ്ട്. കാരണം തങ്ങളുടെ ലക്ഷ്യം പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സ് ആയിരുന്നു. അവരാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കിഴക്കൻ സൗദി അറേബ്യയിലേക്കും റിയാദിലേക്കുമൊക്കെ ഡ്രോൺ ഉപയോഗിച്ച് ആക്രമണം നടത്തിയിട്ടുള്ളത്. ആ ആക്രമണത്തിൽ സൗദി അറേബ്യയുടെ ഇന്ധന വിതരണ പൈപ്പ് ലൈനുകൾക്കൊക്കെ കേടുപാടുകൾ പറ്റിയിരുന്നു. അതിനുള്ളൊരു തിരിച്ചടിയാണ് നൽകിയതെന്നാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഹോർമൂസിലോ അല്ലെങ്കിൽ ഇറാനിലേക്കോ ഒരു വലിയ ആക്രമണമൊന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഉണ്ടാകുന്ന ആക്രമണം സൗദി അറേബ്യക്കൊക്കെ നേരെയാണ്. യമനിൽ നിന്നും ഹൂതികളുടെ ആക്രമണം ഉണ്ടാകുന്നു, മറ്റൊരു ഭാഗത്തു നിന്ന് ഇറാനിൽ നിന്നും ഇത്തരത്തിൽ PMF-ന്റെ ആക്രമണം ഉണ്ടാകുന്നു. അങ്ങനെ സൗദി അറേബ്യ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇറാന്റെ പിന്തുണയുള്ള ഈ 2 തീവ്രവാദ സംഘടനകളും ഇപ്പോൾ ആക്രമണം നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അമേരിക്കയും സൗദി അറേബ്യയും ചേർന്നിട്ടുള്ള ഒരു തിരിച്ചടി നൽകിയത്. മറ്റൊരു സംഭവം ഇന്ന് രാവിലെ ഉണ്ടായത് ജോർദാനിലാണ്. ജോർദാനിലേക്ക് ഇറാന്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാക്കുകയും ആ ആക്രമണത്തെ പ്രതിരോധിച്ചു എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ജോർദാൻ 3 ആക്രമണങ്ങൾ ഇറാന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്നും ജോർദാൻ പറയുന്നുണ്ട്. ഏതായാലും 2-3 ദിവസത്തെ ഒരു സമാധാന അന്തരീക്ഷത്തിന് ശേഷം ഈ മേഖല വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് പോകുമോ എന്നുള്ള ഒരു ആശങ്ക വർദ്ധിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ധനവിലയൊക്കെ കുതിച്ചുയർന്നിട്ടുള്ളത്. ഏതാണ്ട് 3% വർധനയാണ് ഇപ്പോൾ ഒരു ബാരലിന്റെ എണ്ണയിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. ശരി, സുരേഷ് വെള്ളിമുറ്റമാണ് വിവരങ്ങൾ നൽകിയത്.